അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ വിഷുവിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളുടെ ഒരു വ്ളോഗാണ്. കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കണം. കാരണം എന്ന് വെച്ചാൽ മോളുടെ ആദ്യത്തെ വിഷുവാണ്. പിന്നെ ഇവിടെ കൊറോണ, ഇവിടെ നിന്നല്ല, നമ്മുടെ ലോകം മൊത്തം കൊറോണയുടെ പിടിയിലാണ്. അതുകൊണ്ട് നമ്മൾ വലിയ സെലിബ്രേഷൻ ഒന്നും പറയാനില്ല. നമ്മൾ സാമ്പാർ കഷ്ണം മേടിച്ചപ്പോൾ കുറച്ച് അധികം മേടിച്ചു. ആ ഒരു കഷ്ണം കൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്കി അവിയലായാലും ബാക്കി എല്ലാ കറികളായാലും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാണ്ട് സ്പെഷ്യലായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. പിന്നെ ചെറിയൊരു പായസവും വെക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ പുളിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചാമ്പുളി അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്നൊക്കെ പറയുന്ന സാധനമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നാരങ്ങച്ചാറും. അപ്പോൾ പുളിഞ്ചിയും നാരങ്ങച്ചാറും ഞാൻ വിഷുവിൻ്റെ തലേദിവസം എല്ലാം ഉണ്ടാക്കിയേ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നില്ലേ സൺഡേ, അതിൻ്റെ തലേദിവസം, അതായത് ശനിയാഴ്ച ഉണ്ടാക്കി വെച്ചു. എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം വിഷുവിൻ്റെ തലേദിവസമാണ്. അപ്പോൾ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. നാരങ്ങച്ചാറും അതുപോലെ തന്നെ പുളിഞ്ചിയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അത് സിമ്പിളാണെന്ന് നമ്മളത് ചെയ്ത് നോക്കിയാലും ഇനി മനസ്സിലാവും. നമ്മൾ കുക്കിംഗ് ഭയങ്കര പാടാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം എളുപ്പമാണ്. പിന്നെ അതൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് ബോറടിക്കില്ല. അത് വേറൊരു കാര്യം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ പുളിഞ്ചിക്കുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം ഞാൻ പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടത് ആ പുളിയൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മധുരമോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനായാലും ഏട്ടനായാലും ഒക്കെ ഇഷ്ടം ഇത്തിരി മധുരം മുന്നോട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിലുള്ള പുളിഞ്ചിക്ക് മധുരം തന്നെയാണ് മുന്നോട്ട് നിൽക്കുക. എനിക്ക് തോന്നുന്നു കൊല്ലം സൈഡിലേക്കൊക്കെ ഇത്തിരി എരിവോ ഇഞ്ചിയുടെ ഒക്കെ ഒരു ഇത് മുന്നോട്ട് നിൽക്കും തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട് വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പുളിഞ്ചിക്ക് കുറച്ചധികം ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ മധുരം കുറച്ച് വേണം ഞങ്ങൾക്കൊക്കെ പുളിഞ്ചിക്ക്. അപ്പോൾ പുളിഞ്ചി അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ആഗ്രഹം മാങ്ങച്ചാർ ഉണ്ടാക്കണം എന്നായിരുന്നു. പക്ഷേ പച്ചമാങ്ങ കിട്ടാനില്ല. 2-3 കടയിലായിട്ടും പോയി നോക്കി. അതായത് 2 ദിവസമായിട്ട് ഓരോ കടയിൽ പോയി, പക്ഷെ കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ ഞാൻ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്തിരി ചെനച്ചതായതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട്, അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവുമെന്ന്. അപ്പം ഞാൻ അത് ഒഴിവാക്കി നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷെ നാരങ്ങാച്ചാറിന് എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഞാൻ നാരങ്ങ നോക്കണത്. അപ്പോൾ 2 നാരങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അത് ചള്ളു നാരങ്ങയായിരുന്നു. അപ്പം ഞാൻ മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ അത് ഉണ്ടെന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ നാരങ്ങ ഉപ്പിട്ട് കലക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ അരിഞ്ഞതിന് ശേഷമാണ് ഞാൻ നാരങ്ങ എടുത്തപ്പോൾ 2 നാരങ്ങയുള്ളൂ. എന്നാൽ പോട്ടെ, നാരങ്ങാച്ചാർ തന്നെ ഉണ്ടാക്കാം. 2 നാരങ്ങ ഞാൻ 4 കഷ്ണമായിട്ട് മുറിച്ചു. ഒരു നാരങ്ങ 4 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഞാൻ വേവിച്ചു. അതിനുശേഷം അച്ചാറിടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. പിന്നെ ഇത്തിരി ഒരു കയ്പ്പ് രസം തോന്നിയിട്ടോ. അതായത് നാരങ്ങ ചള്ളു നാരങ്ങയുണ്ടേ, ഇത്തിരി ഇത് നമ്മുടെ വടുകപ്പുളിയൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു ഉപ്പിലിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു ചവർപ്പ് പോലെ തോന്നി. പക്ഷെ കുഴപ്പമില്ല, ആ എരിവൊക്കെ നിൽക്കണോണ്ട് ഏട്ടന് നല്ല ഇഷ്ടമായി. ഏട്ടന് അല്ലെങ്കിൽ ഒരു അച്ചാർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എവിടെന്നെങ്കിലും മേടിച്ച് ഇഷ്ടമാവാറില്ല. ഇത് വെച്ചപ്പോൾ ഇഷ്ടമായി. അത് ചിലപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത് എല്ലാം കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറിനുള്ള അതും റെഡിയായി തുടങ്ങി. ഇനി ആ വെള്ളം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറും റെഡിയാണ് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടാണ് ഇറക്കുക. അതോടുകൂടി നമ്മുടെ അച്ചാർ റെഡിയാവും. പിന്നെ പുളിഞ്ചി ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നാൽ മതി. പിന്നെ അത് നമുക്ക് കടുകിട്ട് താളിക്കണം, അത്ര തന്നെയുള്ളൂ പുളിഞ്ചിയും. അപ്പോൾ ഞാനത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചൊന്ന് മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കടുകും നമ്മുടെ വേപ്പിലയും അതുപോലെ തന്നെ കിഴക്കമുളകൊക്കെ വെച്ചിട്ട് ഞാൻ അതിലേക്ക് താളിച്ചൊഴിക്കാൻ പോവാണ്. അതോടുകൂടി നമ്മുടെ പുളിഞ്ചിയും റെഡി. അപ്പോൾ അച്ചാറും പുളിഞ്ചിയും ഞാൻ 2 ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ വിഷുവിൻ്റെ തലേ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ.
അപ്പോൾ തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ കഷ്ണങ്ങൾ നുറുക്കായിരുന്നു. കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിംഗ് ഇത്തിരി എളുപ്പമാണ്. പിന്നെ മോള് ഒന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ട്, അപ്പോൾ അവൾ കുറച്ച് നേരം ഇരുന്നോളും. അപ്പോൾ അവൾക്ക് വാശി ഉണ്ടാവാണ്ടിരിക്കാനാണ് ഞാൻ അവളുടെ അടുത്ത് വന്നിരുന്ന് കഷ്ണങ്ങളൊക്കെ നുറുക്കുന്നത്. അപ്പോൾ അവളുടെ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ മോൾക്ക് TV കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ, അപ്പോൾ പിന്നെ വേറെ ആരും കൈമാറി എടുക്കാനില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പണി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ TV വെച്ച് കൊടുക്കാൻ തുടങ്ങിയത്. അല്ലാണ്ട് ഒന്നും കാണിച്ചു കൊടുക്കാറില്ലേ. മൊബൈൽ അവളത് ശ്രദ്ധിക്കാറ് കൂടിയില്ലേ. മൊബൈല് നമ്മൾ യൂസ് ചെയ്യണത് വളരെ കുറവാണ് മൊബൈല്. അപ്പോൾ TV ഞാൻ കാണിച്ചു കൊടുക്കുന്നത് കാർട്ടൂൺ അല്ല, പാട്ടുകളാണ്. അതായത് ഡേവ് ആൻഡ് ഏവ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊരു ചാനലുണ്ട്. അത് നല്ലൊരു ചാനലാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാട്ട്, എന്റർടൈൻമെന്റ് പ്ലസ് കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട്. റൈംസ്, അതുപോലെ തന്നെ നമ്പേഴ്സ്, ABCD ഇതൊക്കെ എണ്ണാനും പറയാനും, കുട്ടികൾക്ക് A ഫോർ ആപ്പിൾ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കുറച്ച് അങ്ങനെ ബന്ധപ്പെട്ട പാട്ടുകളാണ്. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനുള്ളത്. അപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് ഒരു UKG LKG 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടാൻ ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാർട്ടൂൺ കാണിച്ചു കൊടുക്കണേക്കാൾ ബെറ്ററാണ് ആ ചാനൽ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് റൈംസ് പഠിക്കാനും പറ്റും. സ്കൂളിൽ പോണേക്കാൾ മുന്നേ തന്നെ അവർക്ക് കുറച്ച് പാട്ടൊക്കെ കിട്ടും. പിന്നെ ഇതൊക്കെ കണ്ട് കണ്ട് നമ്മളും പാട്ട് പാടി നടക്കും കേട്ടോ. എനിക്ക് അവളുടെ ഈ പാട്ടുകളൊക്കെ ഇപ്പോൾ കാണാപ്പാടാണ്. നമ്മുടെ പണ്ടത്തെ പാട്ടുകൾ തന്നെ, ജോണി ജോണി, എസ് പപ്പ, അതുപോലെ തന്നെ കുറച്ച് നല്ല റൈംസും ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കേൾക്കാൻ. പിന്നെ അതിൽ 2 കുട്ടികളൊക്കെയാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് സാമ്പാർ, അവിയൽ, അതിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കുന്നുണ്ട്. പിന്നെ ഒരു കാളം വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. കാളം കുറുക്ക, ഒരു മഞ്ഞ കളറിൽ നമ്മൾ ചേനയ്ക്ക് ഇട്ടിട്ട് വയ്ക്കില്ലേ, അതാട്ടോ കാളൻ. അപ്പോൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാൻ ഒരു വെള്ള ഇഷ്ടു വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സദ്യയിലത്തെ കൂട്ടുകറി. അത് സദ്യ കൂട്ടുകറി എന്ന് പറയുമ്പോൾ ഇത്തിരി മധുരമുള്ള ഒരു സാധനമാണ്. അത് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ മധുരമാണ് പ്രിയം. എനിക്ക് മധുരത്തേക്കാൾ കൂടുതൽ എരിവാണ് പ്രിയം. ആ കാര്യത്തിൽ ഞങ്ങൾ രണ്ടാളും ഓപ്പോസിറ്റ് ആട്ടോ. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതും വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ കഷ്ണങ്ങളും, അതായത് സവോള അടക്കം എല്ലാം ഞാൻ നുറുക്കി വെക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതൊന്ന് നുറുക്കി കഴിഞ്ഞാൽ അടുക്കളയോട്ട് കയറി കഴിഞ്ഞാൽ വേഗം തന്നെ കുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ മോള് കളിക്കുന്നുണ്ട്. അവൾക്ക് ഒരു നാരങ്ങ, നമ്മുടെ ചെറുനാരങ്ങല്ല, വലിയ നാരങ്ങയില്ലേ കഴിക്കുന്നത്, അത് ഞാൻ ഒരെണ്ണം കഴുകി കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തിരി വെയിറ്റ് ഉള്ളതായത് അവൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അവളത് കടിക്കാൻ നോക്കാം കേട്ടോ. കുറച്ച് നേരം അവളവിടെ ഇരുന്ന് കളിച്ചു. അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അവൾക്ക് അത്ര ഒരു വിഷമം തോന്നിയില്ല. പിന്നെ ഞാനിതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ എന്തായാലും വരാൻ ഒരു 6 മണിക്ക് ആവും. അപ്പോൾ ഏട്ടൻ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ നുറുക്കി കറി വെക്കാൻ ഇന്നൊന്നും കഴിയില്ല, നാളെ കാലത്താവും. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഏട്ടന് നാളെ ഓഫീസുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം കൊണ്ടുപോകണമല്ലോ. അപ്പോൾ വിഷു സദ്യ ഏട്ടനും കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തലേദിവസം ചെയ്യണത്. അല്ലെങ്കിൽ ഏട്ടന് ലീവായിരുന്നെങ്കിൽ നമുക്ക് കാലത്ത് നേരത്തെ ചെയ്താലും മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ചെയ്യണം. അപ്പോൾ ഏട്ടൻ വരുന്നതിന് മുന്നേ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് റിലീഫാവും. പിന്നെ വിഷുക്കണി ഒരുക്കണം, വീടൊന്ന് അടിച്ചു വാരി തുടയ്ക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച വഴിക്ക് തന്നെ ഞാൻ അത് തുടങ്ങി കേട്ടോ, കട്ടിയിൽ തുടങ്ങി. പിന്നെ പച്ചക്കറികളൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ നുറുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇനി നമുക്ക് ആദ്യം തന്നെ ഞാൻ സാമ്പാർ വെക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പാത്രങ്ങൾ കുറവാണ്. അപ്പം എല്ലാം കൂടി വെക്കുമ്പോൾ നമുക്ക് പാത്രം വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ മതി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് സദ്യ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതുവരെ സദ്യ ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. പക്ഷേ നമ്മൾ ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴായാലും അമ്മയാണ് കൂടുതൽ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, നമ്മൾ ഹെൽപ്പറല്ലേ. അപ്പം അങ്ങനെ. അപ്പം ഞാനൊന്ന് നുറുക്കി വന്നപ്പോൾ തന്നെ മോളൊന്ന് ഉറങ്ങാൻ അവൾ വാശി പിടിച്ചു. അപ്പം ഞാനൊന്ന് ഉറക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അവൾ ഉറങ്ങിയിട്ടോ. അത് വലിയൊരു സമാധാനമായി. അപ്പോഴേക്കും എൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി നുറുക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ സാമ്പാറിലേക്കുള്ള സവോള, അതുപോലെ ഇഷ്ടൂലിക്കുള്ള സവോളയാണ് അരിയുന്നത്. അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം ഇത്രയധികം കറികൾ ഒരുമിച്ച് വെക്കണം. അപ്പം
അപ്പം ഏതെങ്കിലും ഒന്ന് ഫ്ലോപ്പായി കഴിഞ്ഞാൽ അത് മോശമല്ലേ, അങ്ങനെയുണ്ട്. പിന്നെ ഏട്ടന് മാത്രമല്ല, ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ കൂടി നമ്മൾ സദ്യ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ, അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് സദ്യ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ, ഇപ്പോൾ കൊറോണയൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെ പിന്നെ ഒരു പായസം വെക്കണം. പായസം അപ്പം ഞാൻ നാളെ കാലത്ത് നേരത്തെ എണീറ്റിട്ട് വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ എന്തായാലും നേരത്തെ എണീക്കണം, പിന്നെ കണി കാണിക്കണം, മോളെയും കൊണ്ട് കണി കാണിപ്പിക്കണം, പിന്നെ ഏട്ടനെ കണി കാണിപ്പിക്കണം. അപ്പോൾ നമ്മളെന്തായാലും നേരത്തെ എണീക്കണം. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അനുഭവിക്കുന്നത്. ഇത്രയും നാൾ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ അമ്മ അവരൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമ്മൾ ജസ്റ്റ് വീട്ടിൽ വരാം. ഞാൻ കണി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ വീട്ടിൽ കഴിഞ്ഞുള്ള ഞാനാണ് കണി വെച്ചത്. അതിൻ്റെ മുന്നത്തെ പോലെ ഏട്ടൻ്റെ വീട്ടിൽ ഞാനാണ് കണി വെച്ചത്. കണി വെക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ആ ഭക്ഷണം ആകുമ്പോൾ വന്നിരുന്ന് കഴിക്കുക, അല്ലാണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കി അടുക്കളയിൽ വന്നു. അപ്പോഴേക്കും മോളെ എണീറ്റു. ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി, അവളെ എണീക്കും. അപ്പോൾ സാമ്പാറിലേക്കുള്ള വെളുത്തുള്ളി നന്നാക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി സാമ്പാറിലേക്ക് നന്നാക്കി ഇടാണ് കേട്ടോ, കഷ്ണത്തിലേക്ക്. ഇനി ആ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടി നന്നായി കഴുകണം. അപ്പം ഞാൻ മോളെ അവളുടെ ഹൈച്ചെയറിലൊന്ന് കൊണ്ടിരുത്തിയിട്ടുണ്ട്. പാവുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് അവൾ കുറേ നേരം ഹൈച്ചെയറിൽ ഇരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ഫുഡ് ഉണ്ടാക്കേണ്ട തിരക്കിലൊക്കെ ആയതുകൊണ്ട്, പിന്നെ ഏട്ടൻ വരുന്നവരെ കാത്തിരുന്ന കാര്യങ്ങളൊന്നും നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് സാവധാനമൊക്കെ ചെയ്താൽ മതി. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ സാമ്പാർ വെക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ കുക്കർ ഭയങ്കര ചെറുതാണ്. കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കുക്കർ നിറയും. പിന്നെ നമുക്ക് പരിപ്പിടണം. ആ കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കുക്കറിൻ്റെ ആ ഒരു ലിഡ് ഒന്ന് അടക്കുക കേട്ടോ. പിന്നെ നമുക്ക് പുതിയൊരു കുക്കർ മേടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൊറോണ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ആണല്ലോ ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഒരു കാര്യത്തിനും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം ഞാനൊക്കെ ഫ്ലാറ്റിൻ്റെ പുറത്തിറങ്ങിയിട്ട് കുറേ നാളായി. അങ്ങനെയുണ്ട് കുറേ കാര്യങ്ങൾ. നമ്മൾ ബാൽക്കണിയിൽ മാത്രമാണ് നമ്മുടെ ലോകം ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും കാണുന്നത്, ഇവിടെയാണെന്ന് വെച്ചാൽ പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണാനും പറ്റില്ല, ആകെ മരുഭൂമിയാണ്. അങ്ങനെ അപ്പം ഞാൻ സാമ്പാറിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും സാമ്പാർ വെക്കുന്ന വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് തരാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സാമ്പാർ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയോളൂ. പിന്നെ ഞാൻ എല്ലാം കൂടി ഇട്ടു, പൊടികളൊക്കെ ഒരുമിച്ചിട്ടു, പിന്നെ പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യും. എന്നിട്ട് ഇത്തിരി കൂടി നേരം പുളിവെള്ളം നമ്മൾ ഒഴിച്ചു തിളപ്പിക്കുക ചെയ്യുക. അപ്പം ഞാൻ പുളി കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ പുളി നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന പുളിയാണ് കേട്ടോ, നല്ല ഫ്രഷ് പുളിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വല്യമ്മ എനിക്ക് തന്നതാണ്. ആ വല്യമ്മയുടെ മണിവല്യമ്മ എന്ന് പറയാം, മണിവല്യമ്മയുടെ ഫുഡുകളൊക്കെ സൂപ്പറാണ്. എനിക്ക് അച്ചാറൊക്കെ തന്നാക്കിയാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ 10 ദിവസത്തിനല്ലേ പോയി. അപ്പോൾ ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മണിവല്യമ്മ തന്ന പുളി കൊണ്ടാണ് ഈ ഇഞ്ചാമ്പുളിയൊക്കെ ഉണ്ടാക്കി വെക്കണം ഞാൻ. അപ്പോൾ കുറേ അധികം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചാമ്പുളി ഉണ്ടാക്കി. ഇതേപ്പോൾ സാമ്പാറിനുള്ള പുളി ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തത് അവിയൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിയൽ വെക്കാനുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് വേവിക്കും. അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പിടുക. അപ്പോൾ ഞാൻ നാളികേരം ക്രഷ് ചെയ്യണമെന്നില്ല. ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ സവോളയും ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ സവോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ നാളികേരം വെച്ചിട്ട് മിക്സ് ചെയ്യാണ്. ഈ മണത്ത് നോക്കണമെന്ന് വേറെ ഒന്നല്ല കേട്ടോ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ജീരകം ഇടുന്നത് എനിക്കൊരു കണക്കൊന്നും അറിയില്ല. അപ്പം ഞാൻ ജീരകം ഇട്ടിട്ട് ഒന്ന് തിരുമ്പി കൂട്ടിയിട്ട് മണത്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു അവിയലിൻ്റെ മണം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കണക്ക് എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മൾ അവിയലൊന്നും അധികം വെക്കാറില്ല. ഇടയ്ക്ക് സാമ്പാർ കഷ്ണം മേടിക്കുമ്പോൾ അവിയലും വെക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ സാമ്പാർ കഷ്ണം മേടിക്കുമ്പോൾ എന്തായാലും അവിയലിനുള്ള കഷ്ണം കൂടി ഉണ്ടാവും, കുറച്ച് അധികം ഉണ്ടാവും. കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ അത്ര അധികം ഒന്നും വെക്കണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ നോക്കുക, കളിയാക്കരുത് കേട്ടോ. എനിക്കങ്ങനെ മണത്ത് നോക്കിയിട്ടാണ് വെക്കാറിയുള്ളൂ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അതൊരു 80% വേവാകുമ്പോഴാണ് ഞാൻ
തൈര് ഒഴിക്കുക. തൈര് എൻ്റെ അമ്മയൊക്കെ അവിയൽ ഫുള്ള് വെന്തതിന് ശേഷമല്ല, അവിയൽ ഫുള്ള് റെഡി ആയതിന് ശേഷമാണ് അമ്മ തൈര് ഒഴിക്കുക. നമ്മുടെ നാട്ടിലത്തെ തൈരൊക്കെ നല്ല പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഇവിടുത്തെ തൈരിന് തീരെ പുളിയില്ല. അപ്പം ഞാൻ കഷ്ണം ഒരു 80% വേവുമ്പോൾ ഞാൻ ആ തൈര് അതിലേക്ക് ഒഴിച്ചിട്ട് ഇത്തിരി നേരം കൂടി ഒന്ന് വേവിക്കുന്നിട്ട് നമ്മുടെ നാളികേരത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക ചെയ്യുക. പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കും. അങ്ങനെയാണ് എൻ്റെ അവിയൽ പ്രിപ്പറേഷൻ. അപ്പോൾ അവിയൽ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കാളൻ കുറുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കാളന് വേണ്ടിയിട്ട് നമ്മുടെ ചേന കൊണ്ടും കാളം വെക്കും, കായ കൊണ്ടും കാളം വെക്കും. എൻ്റെ അമ്മ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് കാളം വെക്കാൻ അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. അപ്പം അമ്മോട് ഞാൻ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വെക്കാന്ന്. അപ്പം അമ്മ പറഞ്ഞു കായ കൊണ്ടും വെക്കാം, ചേന കൊണ്ടും വെക്കാം. ഞാൻ രണ്ടിനോട് കൂടിയിട്ടാണ് വെക്കുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കായും അതുപോലെ തന്നെ ചേനയും കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ഒഴിക്കാം. അപ്പോൾ എൻ്റെ മിക്സിയിൽ അത്രയും നന്നായിട്ടൊന്നും അരയില്ല. അപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കാളൻ എനിക്ക് അരപ്പൊന്നും അറിയില്ലേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എത്രത്തോളം അരയണമെന്നൊന്നും എനിക്കൊരു വീഡിയോ ഉണ്ടായിരുന്നില്ല. നന്നായി അറിയണോ, മോരുകറിയുടെ പോലെയൊക്കെ അറിയണമെന്നൊക്കെ ആകെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വെച്ചപ്പോൾ കാളനും നമ്മുടെ കൂട്ടുകറിയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുണ്ടായിരുന്നത്. അത് ഏട്ടൻ്റെ കൂട്ടുകാരനും വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ, കറികളൊക്കെ നന്നായിരുന്നു. അപ്പോൾ ആളും പറഞ്ഞത് നമ്മുടെ കൂട്ടുകറിയും അടിപൊളിയായിരുന്നു, സാമ്പാർ എല്ലാം നന്നായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ രാത്രിയിലേക്ക് ചോറ് വെക്കാൻ നോക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ദം ബിരിയാണി വെച്ചു. അപ്പോൾ അത് തന്നെയാണ് ഉച്ചയ്ക്കും കഴിച്ചത്. അപ്പോൾ രാത്രിയിലേക്ക് ചോറില്ല. അപ്പോൾ രാത്രിയിലേക്ക് ചോറ് വെക്കണം. പിന്നെ നാളേക്കുള്ള ചോറ് ഞാൻ ഇന്ന് വൈകുന്നേരം വെക്കുള്ളൂ. നമ്മുടെ റൈസ് കുക്കർ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു വലിയ ഉപകാരം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ ഒരു കലത്തിൽ അരിയിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കാലത്ത് നമ്മളേക്ക് നല്ല ഫ്രഷ് ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് കാലത്ത് ചൂടോടെ തന്നെ ചോറ് ഊറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ റൈസ് കുക്കറിലാണ് വെക്കാറ്. ഇതെൻ്റെ അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് മേടിച്ച് തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അവിയലിനും അതുപോലെ തന്നെ കാളനുള്ള തൈര് കട്ട ഒന്ന് മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ കട്ട അതിൽ ഇങ്ങനെ കെടുക്കുമല്ലോ നമ്മുടെ കാളനിലൊക്കെ. അപ്പോൾ അത് രണ്ടും ഞാൻ ഒന്ന് വെക്കുകയാണ്. അപ്പോൾ മോൾ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് പാവം തോന്നുന്നുണ്ട്. കുറച്ച് നേരമായി അവൾ ടി വി കണ്ട് ഇരിക്കുന്നതാണ്. കളിക്കുന്നുണ്ട്, ഇടയ്ക്ക് കളിക്കും. അവളിങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരും നമ്മുടെ കാർപ്പറ്റിൽ നിന്ന്. അപ്പോൾ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ 2 വട്ടം അവളങ്ങനെ ഒന്ന് തലയിടിച്ച് വീണു, ഫ്രണ്ടിലോട്ട് വീണു. പിന്നെ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങുമ്പോൾ വീഴ്ച എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് അവളെ ഒന്ന് നീക്കിയിരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ 3 കറിയും റെഡി ആവുന്നുണ്ട്, ഒപ്പം ചോറും റെഡി ആവുന്നുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ ഒരു വിസിൽ വന്നപ്പോൾ ഞാനത് അപ്പം തന്നെ ആവി കളഞ്ഞിട്ടാണ് വെക്കുക. പിന്നെ ഞാൻ അത് തുറന്ന് വെച്ചിട്ട് നമ്മുടെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുക ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് സാമ്പാർ വേറെ പാത്രത്തിലേക്ക് മാറ്റിയാലോ എന്ന്. അപ്പോൾ സാമ്പാറാന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല കട്ടിയിലാണ് കിടക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ അത് നിറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പാത്രം ഒന്ന് മാറ്റാം, എന്നിട്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം, പുളിവെള്ളം കൂടി ഒഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയൊരു പാത്രത്തിൽ ബിരിയാണിയാണ് ഇരിക്കുന്നത്, അത് ഇനി വൃത്തിയാക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ അവിയൽ റെഡി ആയതുകൊണ്ടിരിക്കുക. 3 സ്ഥലത്ത് എൻ്റെ കൈ എത്തണം. അതിൻ്റെ ഇടയിൽ മോളെ നോക്കണം. അപ്പോൾ എല്ലാം കൂടി കുളമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ കുളമൊന്നും ആയില്ല കേട്ടോ. എന്തോ ഭാഗ്യം, അത് തന്നെ പറയാം. എല്ലാ ഭരണസുമിയും നമ്മൾ സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് മോളെ എടുത്തിട്ടൊന്നും ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല. അപ്പോൾ ഞാൻ കാളനും അപ്പോൾ വെന്തുട്ടാ, നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ ഞാൻ അതും നമ്മുടെ അരപ്പൊഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് രണ്ടും പെട്ടെന്നാവും. നമ്മുടെ സാമ്പാറും ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. എനിക്കത് ചെറിയൊരു കുക്കറായി എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് പാത്രം മാറ്റാന്നുള്ള പ്ലാനിൽ നടക്കുകയാണ്. അപ്പോൾ പാത്രമാണ് അന്വേഷിക്കുന്നത്. നമ്മളെല്ലാം കൂടി ചെയ്യുമ്പോഴേ നമുക്ക് സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണമെന്ന് ഒരു പിടി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഇപ്പോൾ ഈ ഉലുവ, കടുകല്ല നമ്മുടെ കുരുമുളക്, ഇതൊക്കെ എല്ലാ കബോർഡിലും തപ്പിയാലും എനിക്ക് കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ടേ ഏത് കബോർഡിൽ വെച്ചതൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പം ഞാൻ സാമ്പാർ എന്തായാലും മറ്റേ വലിയ പാത്രത്തിലേക്ക് മാറ്റാന്ന് വിചാരിച്ചിട്ട് അതിലത്തെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റി വേറെ പാത്രത്തിൽ വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ സാമ്പാർ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിയലൊക്കെ അത്യാവശ്യം റെഡിയായി. അപ്പോൾ ഞാൻ ഇത്തിരി പച്ച വെളിച്ചെണ്ണ
മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ, കുറച്ച് വേപ്പിലയും. എന്നിട്ട് ഞാനത് ഇറക്കി വെക്കാൻ പോവാണ്. അതുപോലെ തന്നെ കാളനും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ പൊടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതും റെഡിയാവും. പിന്നെ ഇനി മോൾക്ക് ഫുഡ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അതായത് ഇടനേരത്തെ ഭക്ഷണം കേട്ടോ. അത് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ടാണ് കൊടുക്കാറ്, ഒന്നെങ്കിൽ അവക്കാഡോ അല്ലെങ്കിൽ ആപ്പിൾ പ്യൂരി അങ്ങനെയൊക്കെ കൊടുക്കുക. അപ്പം ഞാൻ അവളെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവൾക്ക് അവക്കാഡോ ഒന്ന് മുറിക്കണം. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെക്കാൻ മറന്നുപോയി, ആ തണുപ്പൊന്ന് മാറാനേ. അപ്പോൾ അവൾക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ഈ സമയത്ത് ഒരു 3 മണി 3:30 സമയത്തൊക്കെ അവൾ ഭക്ഷണം കഴിക്കാറുള്ളതാണ്. അപ്പം ഞാൻ ഒന്ന് കളിപ്പിച്ചതാട്ടോ അവളെ. അപ്പോൾ അത് എനിക്കൊന്ന് നുറുക്കി അവൾക്ക് ഞാൻ ജസ്റ്റ് അത് ഇത്തിരി കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിക്കും. എന്നിട്ട് നമ്മുടെ സ്പൂണുള്ള ഫീഡിങ് ബോട്ടിലില്ല, അതിൽ വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ആദ്യം ഞാൻ വിചാരിച്ചത് അവൾ കഴിക്കില്ല എന്നാട്ടോ, പക്ഷെ അവൾ കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ആദ്യം കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് വലിയൊരു വികാരമൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല അവക്കാഡോ. പക്ഷെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്, കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ അവക്കാഡോ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല, ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കാളനും ദേ റെഡിയായി, ഒന്ന് ഇനി കുറുകി വന്നാൽ മതി. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ അവിയൽ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാമ്പാർ പൊടിയും റെഡിയായി. ഇനി രണ്ടും താളിക്കണം, അതായത് കടുക് ഒന്ന് പൊട്ടിക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. മോൾക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അത് പൊട്ടിച്ച് കടുകുടിയും പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ 3 കറിയുടെയും കാര്യം കഴിഞ്ഞു. എന്നിട്ട് പിന്നെ മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ തന്നെ ഞാൻ വിചാരിച്ചു. അപ്പോൾ വേഗം കടുക് ഒന്ന് താളിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ 2 കറികൾക്കും കൂടി താളിക്കണോണ്ടാട്ടോ ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അതുപോലെ തന്നെ കടുകും ഇതൊക്കെ കുറച്ച് അധികം ഇടുന്നുണ്ട്. സാമ്പാറിലേക്കും നമ്മുടെ കാളനിലേക്കുമാണ് ഞാൻ കൂടുതലായിട്ട് കടുക് താളിക്കുന്നത്. പിന്നെ സാമ്പാറിൽ കുറച്ചധികം വെള്ളം ഒഴിക്കേണ്ടി വന്നു. ഞാൻ ചൂടുവെള്ളം ഒഴിക്കാൻ മറന്നുപോയി, എന്നാലും കുഴപ്പമില്ല, എന്നും തിളപ്പിച്ചാൽ മതി. കാരണം നല്ല കട്ടിയുണ്ട് സാമ്പാറിന്. ഞാൻ പരിപ്പ് ഇത്തിരി കൂടുതലായിട്ടാണ് ഇടാറ്, കാരണം ഏട്ടന് ഇത്തിരി കട്ടി സാമ്പാറാണ് ഇഷ്ടം. എനിക്ക് ഇത്തിരി വെള്ളം പോലെയുള്ള സാമ്പാർ ഇഷ്ടം. എൻ്റെ അമ്മ അങ്ങനെയാണ്, കുറച്ച് വെള്ളം ലൂസായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാം. ഏട്ടന് കട്ടിയുള്ള സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇന്ന് ഉണ്ടാക്കി നാളെ കഴിക്കുമ്പോൾ സാമ്പാർ ഇത്തിരി കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഏട്ടന് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പരിപ്പ് ഇത്തിരി കൂടുതലിട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഞാൻ 2 ദിവസത്തേക്ക് കറി വയ്ക്കാൻ ഇനി ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ഇത്രയധികം കറി വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി 2 ദിവസത്തേക്ക് കറിയില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അറിയില്ല, ചിലപ്പോൾ കഴിയും, ഇത് പെട്ടെന്ന് കഴിയും. കാരണം പച്ചക്കറി ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് കഴിയുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ വെള്ള ഇഷ്ടു വയ്ക്കാനേ കുക്കറിൽ ഒന്ന് അത് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കാൻ പോയി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവളെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവയ്ക്കവിടെ കുറച്ച് അവളുടെ ഡ്രസ്സുമ്മേ ആയിട്ടുണ്ട്, അതാണ് ഒരു കറ പോലെ നിൽക്കുന്നത്. അത് പോവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവളെടുത്തിട്ട് ഞാൻ ആ ഇഷ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ പിന്നെ അതും പെട്ടെന്ന് ആവുമല്ലോ. പിന്നെ നമുക്ക് പാല് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇഷ്ടവും പെട്ടെന്ന് ആവും. ഞാൻ അതിൻ്റെയൊക്കെ റെസിപ്പി ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണില്ല. നമ്മളിത് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ കുറേ പേർക്ക് തോന്നുന്നുണ്ടാവും അതെന്താ എളുപ്പക്കുറവ്, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്ത പോലെ. അങ്ങനെയല്ല, നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ എടിപടിയെന്ന് പെട്ടെന്ന് ചെയ്യും. വീഡിയോ ആകുമ്പോൾ നമ്മളതൊക്കെ പറഞ്ഞ് പതുക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഇഷ്ടൂൻ്റെ നമ്മുടെ ഇത് കഷ്ണങ്ങളൊക്കെ വെന്തയപ്പോഴേക്ക് ഏട്ടൻ വന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, കാരണം ഇനി ഏട്ടൻ വന്നിട്ട് തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചേരം ഇരുന്നു. കാരണം കുറേ നേരം ഇങ്ങനെ നിൽക്കണത്. ഇന്നലെയും ഈ പണി തന്നെയായിരുന്നു. അപ്പോൾ ഇനി നാളേക്ക് എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഇനി ഏട്ടനുണ്ടല്ലോ, ഇനി കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതുമ്മ ഒഴിച്ചു. അപ്പോൾ അതും റെഡിയായി. അങ്ങനെ ഇനി ആ കൂടി നമുക്ക് നമ്മുടെ കൂട്ടുകറി മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ അപ്പോൾ കറികളൊക്കെ ഓരോ വസ്തുവിടെ റെഡി ആയിട്ട് വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻ്റ് ആയി. എല്ലാം ഞാൻ വിചാരിക്കണ പോലെ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആവില്ല ഇനി കുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ മൂഡ് തന്നെ പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കറി 4 കറിയൊക്കെ ഒരുമിച്ച് വെക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് അടിയിൽ പിടിച്ചാൽ മതിയല്ലോ, ആ കറി ഫ്ലോപ്പായി പോവാൻ.
അപ്പം ഞാൻ ഇത് കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് ഏട്ടൻ വന്നിട്ട് പറയണേ മറ്റേ കറി ഉണ്ടാക്കും മറ്റേ കറി. അപ്പം ഞാൻ ചോദിക്കണേ എന്താ മറ്റേ കറി? അപ്പോൾ കൂട്ടുകറി ഏട്ടന് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അതന്നെയാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയി. അപ്പോൾ അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പം ഞാൻ കൂട്ടുകറി കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. പിന്നെ എല്ലാ കറികളൊന്ന് ചൂടാറി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റും. ആ കൂടി നമ്മൾ സാമ്പാർ മാത്രമാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് ഉപയോഗിക്കണത്. അപ്പം ഞാൻ അതൊന്ന് പകർത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തേക്ക് എടുക്കാനുള്ളത് മാത്രം പകർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നാളെ കാലത്ത് ചൂടാക്കണം. പിന്നെ പായസം വെക്കണം, ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതെന്തായാലും നേരത്തെ എനിക്കുണ്ട് വരും. അപ്പം പിന്നെ അങ്ങനെ അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുകറിയുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്കുള്ള നാളികേരല്ലേ അത് നന്നായി വറുക്കണം. അപ്പോൾ കുറച്ചധികം നാളികേരം ഇട്ടാൽ തന്നെയാണ് കേട്ടോ കൂട്ടുകറി ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണയിൽ കിടന്ന നാളികേരം നന്നായി മുരിയണം. അപ്പോൾ തന്നെയാണ് ആ സദ്യയിലത്തെ കൂട്ടുകറിയുടെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൽ മധുരത്തിന് നമ്മൾ ശർക്കരയാണ് ഇടുന്നത്. അപ്പോൾ ശർക്കരയും നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇപ്പം മധുരം കുറവ് വേണ്ടു എന്നുള്ളൊരു കുറച്ച് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് അത്യാവശ്യം മധുരം വേണം കേട്ടോ, എനിക്ക് നല്ല ഏട്ടന്. അപ്പോൾ കൂട്ടുകറിയും റെഡിയായി വന്നു. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുന്ന പറഞ്ഞില്ലേ, അത് വലിയൊരു ഗുണമാട്ടോ. കാരണം വെച്ചാൽ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കൂന കൂട്ടിയിടാന്ന് വെച്ചാലേ നമ്മൾ 2 സിങ്ക് വാടകയ്ക്ക് വേറെ എടുക്കേണ്ടി വരും. അപ്പം ഞാൻ അപ്പം തന്നെ കഴുകി വെക്കണോണ്ട് എനിക്ക് കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പണിയില്ല. കുക്ക് ചെയ്തതിൻ്റെ കുറച്ച് 2-3 പാത്രങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്കിത് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യും. അതിന് ശേഷമാണ് പിന്നെ വീടൊന്ന് അടിച്ചു വാരി തുടയ്ക്കണം, വിളക്ക് എത്തിക്കണം, പിന്നെ നമ്മുടെ വിഷുക്കണി ഒരുക്കണം. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യണം. ഇന്നത്തെ നമ്മൾ എടുത്ത വീഡിയോസ് ഇല്ലേ, അതൊക്കെ കുറച്ച് എടുത്തോളത്തോളം ഒന്ന് എഡിറ്റ് ചെയ്താലാണ് ഞാൻ വിചാരിക്കുന്ന ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിക്കണ പോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ വിഷുവിൻ്റെ അന്നത്തെ കൂടിയും ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ എത്രത്തോളം എഡിറ്റ് ചെയ്ത് കഴിയുന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ 2 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ചല്ല ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും വീഡിയോ. അതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരാൻ എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ, ഓൺ വോയിസ് അല്ലല്ലോ, നമ്മൾ റെക്കോർഡഡ് വോയിസ് അല്ലേ. അപ്പോൾ അതിൻ്റെയും ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടോ. സാമ്പാർ, അവിയൽ, സ്റ്റൂ, കൂട്ടുകറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. കാളനൊക്കെ റെഡിയായി. ആ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കണേക്ക് മുന്നേ കണി ഒരുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ച ഒരു കൃഷ്ണനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും പിന്നെ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കേട്ടോ മയിൽപ്പീലി. അവിടെ വീടിൻ്റെ അവിടെ കുറേ മയിലുകളുണ്ട്. അവർ ആ സീസൺ ആകുമ്പോൾ കുറേ മയിൽപ്പീലി കൊഴിക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് പൂജാമുറിയിൽ വെക്കുക. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ചെടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ആ കൃഷ്ണൻ്റെ ബാക്കിലൊന്ന് ഫിക്സ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. പീലിക്ക് ഭയങ്കര ലെങ്ത് ഉള്ളതുകൊണ്ടേ അത് ഞാൻ മടക്കി വെച്ചപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ കൃഷ്ണൻ ചെറിയൊരു കൃഷ്ണനാണല്ലോ. അപ്പോൾ ഞാനതൊന്നും വെട്ടിയിട്ടോ. പിന്നെ കണിയൊരുക്കാനുള്ള നമുക്ക് വലിയ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഉള്ളതുപോലെ ഞാൻ കണിയൊരുക്കാൻ നോക്കുകയാണ്. അപ്പോൾ പച്ചരിയാണ് കേട്ടോ ഈ ഇടുന്നത്. നമ്മൾ കൃഷ്ണൻ്റെ വെക്കാൻ വേണ്ടിയിട്ട് അതിലല്ലേ നമ്മൾ സ്വർണവും കാശൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതിനുള്ള പച്ചരിയൊക്കെയാണ് ഞാൻ ഇട്ടിട്ട് ആ പാത്രത്തിലാണ് ഞാൻ സ്വർണവും അതുപോലെ എൻ്റെ കയ്യിലുള്ള കോയിൻസും നോട്ടും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ കുറച്ച് നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതും വെച്ചു. നമ്മുടെ കറൻസി UAE ദിറംസും വെച്ചു. അപ്പോൾ എൻ്റെ ഒരു മാല കൃഷ്ണൻ്റെ മേലെ ഒന്ന് ചാർത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇരിക്കുന്നില്ല. അപ്പോൾ അത് ബാക്കിലിങ്ങനെ ഒട്ടിച്ച് വെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ളതൊക്കെ, അതായത് നമ്മൾ വിളവെടുപ്പിൻ്റെ ഒരു ഇതാണല്ലോ വിഷുവിനെ ഇതാക്കുന്നത്, സമൃദ്ധിയുടെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളോ ഫ്രൂട്ട്സോ അതുപോലെ തന്നെ വിത്തുകളാണ് വെക്കേണ്ടത്. അപ്പോൾ വിത്ത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ധാന്യങ്ങളാണ് വെച്ചത്. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ചു. പിന്നെയാണെങ്കിൽ തോന്നി ഇങ്ങനെ പാത്രത്തിൽ വെച്ച ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഞാൻ അത് പുൽപ്പായലോട്ട് മാറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ ഇപ്പം എല്ലാ ഫ്രൂട്ട്സും പച്ചക്കറികളൊന്നും കൊള്ളില്ല, പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ലേ. വിഷുക്കണി നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കണ്ടേ. അപ്പം ഞാൻ മോളുടെ പുൽപ്പായ അടിച്ചു മാറ്റി. എന്നിട്ട് അതിലാണ് ഞാൻ ഒരു പേപ്പർ വിരിച്ചിട്ട് പച്ചരി അതിൽ വെച്ചു. അതിന് ശേഷമാണ് ഈ ഇതൊക്കെ വെച്ചത്. വെള്ളരി വെച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വെള്ളരിമ വെക്കാൻ സ്വർണ്ണമില്ലല്ലോ എന്ന്. അപ്പം ഞാൻ എൻ്റെ താലിമാല തന്നെ ഊരിയിട്ട്
അതും വെച്ചു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചു. അപ്പോൾ മോളിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്, ഏട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ ഇതൊക്കെ ഒരുക്കണ കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണം. അപ്പോൾ മുട്ടിൽ കഴിഞ്ഞ് വരും, പിന്നെ ഏട്ടൻ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി ഇതൊരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ കിടക്കും. അതാണ് പ്ലാൻ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും നാളെ നേരത്തെ എണീക്കണം. അപ്പം ഞാൻ എണീറ്റാൽ ചിലപ്പോൾ മോളും എനിക്കും, എന്താ സ്ഥിതി എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ കോടിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഒരു സെറ്റ് മുണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിലുള്ള നട്ട്സും ഇതൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെക്കാം. നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടത്തിന് കണി ഒരുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കൊറോണ സമയത്ത് നമുക്ക് ഇന്നത് വേണം, കണിക്കൊന്ന പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഒരു പൂ പോലും ഉണ്ടായിരുന്നില്ല. ആ കൂടി കുറച്ച് തുളസി ഉണ്ടായിരുന്നു, ഞാൻ വളർത്തുന്ന തുളസിന്ന് കുറച്ച് തുളസി കതിരാണ് ഞാൻ കൃഷ്ണൻ്റെ അവിടെ കൊണ്ടുവച്ചത് തന്നെ. നമ്മുടെ കയ്യിലുള്ള പോലെ എങ്ങനെയാണോ നമുക്ക് പറ്റാവുന്നത് പോലെ ഒരുക്കുക. പിന്നെ വാൽക്കണ്ണി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ കൊണ്ടുപോകുന്ന ചെറിയൊരു കണ്ണാടിയില്ലേ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വിഷുക്കണി ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ആ പോർഷൻ ഞാൻ ആ മേലെ കൂടി ഇട്ടപ്പോൾ കണി സൂപ്പറായി. അപ്പോൾ ഞങ്ങൾക്കത് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ലൊരു കണിയായിട്ടില്ലേ. അപ്പോൾ ഇതോടുകൂടി തലേ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം കാലത്ത് ഞാൻ എണീറ്റിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഒരു 4 മണിയായപ്പോൾ തന്നെ എണീറ്റു. കാരണം എനിക്ക് ശരിക്കും ഉറക്കം കിട്ടിയില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ ചൂടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം ഒക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ മനസ്സ് വിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞാൻ 4 മണിയായപ്പോൾ എൻ്റെ അപ്പം മോളും എണീറ്റു. അപ്പം തന്നെ ഞാൻ അവളെ കൊണ്ട് കണി കാണിച്ചു. അവൾക്ക് വിഷു കഴിഞ്ഞിട്ട് എൻ്റെ വക കൊടുത്തു കേട്ടോ. എൻ്റെ വക എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, ഞാൻ ഒരു കോയിനാണ് കൊടുത്തത് അവൾക്ക്. പിന്നെ അപ്പം തന്നെ ഏട്ടനും വന്ന് കണി കണ്ട് രണ്ടാളും പിന്നെയും പോയി കിടന്നുറങ്ങി. അപ്പം ഞാൻ ടി വിയിൽ നമ്മുടെ കണി കാണും നേരം പാട്ടൊക്കെ വെച്ചിട്ട് ആസ്വദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ടൊക്കെ വെച്ചപ്പോൾ തന്നെ നമുക്ക് ശരിക്കും ആ വിഷുവിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടിയിട്ടോ. അപ്പം ഞാൻ 2 പൊതി വേണം. പിന്നെ എൻ്റെ കയ്യിൽ പകർച്ച കൊടുക്കാൻ പാത്രങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ്, പാത്രങ്ങൾ കുറവാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനിങ്ങനെ പൊതിയായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഏട്ടനും കൊടുക്കുക, ഏട്ടൻ്റെ കൂട്ടുകാരനും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പത്രം, ന്യൂസ് പേപ്പറും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ചാറുകറികളൊക്കെ നമുക്ക് എന്തായാലും പാത്രത്തിലാക്കിയേ പറ്റുള്ളൂ. പിന്നെ പായസം. അപ്പോൾ പൊതിയാൻ പറ്റുന്ന കറികളൊക്കെ ഞാൻ അങ്ങനെ പൊതിയാക്കി 2 പൊതിയാക്കി കേട്ടോ. പിന്നെ ഏട്ടന് ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയക്കണം. അപ്പോൾ ഇഡ്ഡലി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറുണ്ടല്ലോ, അപ്പോൾ സാമ്പാർ ഇഡ്ഡലി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ പഴം ഉണ്ടായിരുന്നു, അപ്പോൾ പുട്ടാക്കാം. അപ്പോൾ സാമ്പാറുള്ളതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ആക്കി. പിന്നെ നമുക്ക് പായസമായാലും റെഡിമെയ്ഡാണ്, നമ്മുടെ സേമിയയില്ലേ, റെഡിമെയ്ഡ് സേമിയ. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ പായസമൊന്നും വയ്ക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ വെച്ചിട്ടൊന്നുമില്ല. പണ്ടെപ്പോഴോ ഒരു പാലട വെച്ചിട്ടുണ്ട്, അതോടുകൂടി എനിക്ക് പാലട മതിയായി. ഉള്ളത് പറയാലോ, ആ പാലട നമ്മളിങ്ങനെ കുറുക്കി കുറേ നേരം അലക്കണ്ടേ എന്നൊക്കെയാണ് പറയണത്. സോറി കേട്ടോ, വലിയ വീണതാ. ഇളക്കണ്ടേ. അപ്പോൾ അതിങ്ങനെ ഇളക്കി ആ പാലിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് എനിക്ക് അതോടുകൂടി പാലടോടുള്ള ഒരിഷ്ടം തന്നെ പോയി. അപ്പം ഞാൻ 2 പേർക്കുള്ള ഫുഡും റെഡിയാക്കി. ഇനി നമുക്ക് പായസം വെക്കാൻ നോക്കാം. പായസം വെക്കാൻ നമ്മൾ മേടിച്ച ആ കിറ്റ് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു വട്ടം ഞാൻ പായസം വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ളത് കൊണ്ട് പായസം വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ, നമ്മൾ 3 പേർക്ക് മതി. 3 പേരെന്ന് പറയുമ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരനെ കൂടിയിട്ടോ. അപ്പോൾ പായസം അങ്ങനെ വെച്ചു. ഞാൻ ഇഡ്ഡലി ഏട്ടനെ പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പായസം ദേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പായസത്തിൽ ഓൾറെഡി നട്ട്സൊക്കെ ഉണ്ട്, എന്നാലും എൻ്റെ ഒരു ഇതിന് കുറച്ച് നെയ്യിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ മോളെ ഫോട്ടോഷൂട്ടിന് ഇരുത്തിയതാണ്. ഞാൻ മോളെ ഫോട്ടോഷൂട്ടിന് ഇരുത്തിയ ആ സമയത്ത് തന്നെ ഏട്ടൻ വന്നു. ഏട്ടൻ ഉച്ചയ്ക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തയച്ച ഫുഡ് ഏട്ടൻ ഓഫീസിൽ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഏട്ടൻ ഒരു കാര്യം നമ്മളോട് നേരത്തെ പറയില്ല, എന്തായാലും മനസ്സിൽ വിചാരിച്ചാലും നേരത്തെ പറയില്ല. അപ്പോൾ സർപ്രൈസാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട്, അല്ലെങ്കിൽ ഞാനും മോളും തന്നെ വിഷു സദ്യ ഉണ്ണാണ്ട് വരില്ലോ എന്നായിരിക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് ഭാഗ്യമുണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിഷു സദ്യ മേടിച്ച് ഉണ്ണാൻ. അപ്പോൾ ഞങ്ങളിതേ വിഷു സദ്യ കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇലയൊന്നും കിട്ടിയില്ല, അപ്പോൾ പാത്രത്തിൽ തന്നെ സാരില്ല, ഈ കൊല്ലം അങ്ങനെ പോട്ടെ. അപ്പം മോൾക്ക് ഈ പട്ടുപാട എൻ്റെ ഒരു ചേച്ചി തന്നയച്ചതാട്ടോ, ശുഭ ചേച്ചി. അപ്പോൾ ശുഭ ചേച്ചിക്ക് താങ്ക്സ്. കാരണം മോൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ പട്ടുപാട, അവളുടെ കറക്റ്റ് ഫിറ്റായിരുന്നു. കാരണം ചേച്ചി അളവെടുക്കാണ്ടൊക്കെയാണ് തയ്ച്ചത്, പക്ഷെ അവൾക്ക് അത് കറക്റ്റ് പാകമായിരുന്നു.
പിന്നെ ആ മാല കൂടി ഇട്ടപ്പോൾ അവൾ വലിയ പെൺകുട്ടിയായി. എൻ്റെ മാലയാണ്, അത് അവളുടെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. വലിയ മാലയായിപ്പോയി, സാരില്ല. അപ്പോൾ അവൾക്ക് ചോറ് വലിയ ഇഷ്ടമായില്ലേ. അപ്പോൾ എല്ലാം കിട്ടുമെന്ന് വെച്ചിട്ടാണ് എൻ്റെ മടിയിൽ ഇരിക്കുന്നത്. കാലൊക്കെ ആട്ടി ഇരിക്കുകയാണ് ആള്. അപ്പോൾ ചോറ് വലിയ താല്പര്യം തോന്നിയില്ല. അപ്പം ഞാൻ വെച്ച് കുറച്ച് പഴം കൊടുക്കാമെന്ന്. അപ്പോൾ പഴവും താല്പര്യമില്ല. പിന്നെ ആൾക്ക് ആ കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ പായസമാണ്. അത് നമ്മൾ പശുമ്പാലിൽ ഉണ്ടാക്കിയോണ്ട് അധികം കൊടുക്കാനും പറ്റിയില്ലല്ലോ. എന്നാലും ഞാൻ കുറച്ച് കൊടുത്തു. പിന്നെ അവളുടെ ഫുഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേരിന് മോൾക്ക് സദ്യ ഒന്ന് കൊടുക്കാന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി മോൾക്കുള്ള ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഏട്ടന് ഇനി പോകണ്ട. അപ്പോൾ പിന്നെ ഒരു സമാധാനം ഉണ്ട്. ഏട്ടൻ ഇനി ഹാഫ് ഡേ ലീവാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. വന്നിട്ട് പോകാന്ന് വെച്ചാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ ഞാൻ പിന്നെയുള്ള ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. സദ്യയോട് കൂടിയിട്ട് തന്നെ ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. ഇനി ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വന്നിട്ട് ഒരു 30 മിനിറ്റിനുള്ളിൽ ആക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വിഷു ആഘോഷം, അത് ആഘോഷം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ കൊറോണ സമയത്ത് എന്താഘോഷം. പക്ഷേ മോളുടെ ആദ്യത്തെ വിഷു ആയതുകൊണ്ടാണ് ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത് ഞാനൊരു വ്ളോഗായിട്ട് കാണിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.